ശ്രീ സത്യസായി ഭാഗവതം. ഓം നമോ ഭഗവതേ സായീശ്വരായ. പാപക്കറ മറയ്ക്കാൻ കാവി. ദർശനവരിയിലിരുന്ന സന്യാസിയുടെ നേർക്ക് വിരൽ ചൂണ്ടി അവതാര പുരുഷനായ ഭഗവാൻ ബാബ ആംഗ്യത്തിലൂടെ സംസാരിച്ചു. അകത്തു പോകൂ. സന്യാസി അഭിമാനത്തോടെ എഴുന്നേറ്റ് നടന്നു. താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാവരെയും നോക്കി കാഷായ വേഷധാരി നടന്നു. അഭിമുഖമുറിയിൽ ജഗദീശ്വരനും സന്യാസിയും മാത്രം. അവതാര പുരുഷൻ ഗംഭീരസ്വരത്തിൽ പൊടുന്നനെ ചോദിച്ചു, എന്തിനീ കാവിവേഷം? സന്യാസി ഞെട്ടി. ഭഗവാൻ തുടർന്നു, നീ ചെയ്ത കൊടുംപാതകത്തെ ഈ കാവി കൊണ്ട് പൊതിയാനാകില്ല. ഈശ്വരന്റെ നേത്രങ്ങൾക്ക് മറയിടാൻ നിനക്കാകുമോ? പവിത്രമായ കാവി വസ്ത്രത്തെ നീ അനാദരിക്കരുത്. അത് ഉപേക്ഷിക്കുക. നിയമത്തിനു മുന്നിൽ കീഴടങ്ങൂ. നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഭഗവാന്റെ ഗംഭീരനാദം മുഴങ്ങി. സന്യാസി ഭയന്ന് വിറച്ച് തൊഴുകയോടെ നിന്നുപോയി. ഭഗവാൻ ബാബ ഒരു വെളുത്ത വസ്ത്രം സന്യാസിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, കാവി മാറ്റി ഇത് ധരിക്കുക. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റമേറ്റു പറയുക. അവർ തരുന്ന ഏതു ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കുക. കൊലക്കയറിലേറാതെ നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. പിന്നീട് നിനക്ക് ഞാൻ കാവ്യവസ്ത്രവും ജപമാലയും സമ്മാനിക്കും. ഇപ്പോൾ യാത്രയാകുക. നിന്റെ കർമ്മഫലങ്ങളെ ധീരതയോടെ സ്വീകരിക്കൂ. ഞാൻ നിന്നെ സഹായിക്കും, ഭഗവാൻ കൽപ്പിച്ചു. ഭഗവാൻ സമ്മാനിച്ച വിഭൂതി പ്രസാദവുമായി അയാൾ മടക്കയാത്ര ആരംഭിച്ചു. തീവണ്ടി യാത്രയിൽ പരിചയപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് കലശലായ വയറ്റുവേദന. ബാബയുടെ വിഭൂതിയുടെ ശക്തി പരീക്ഷിക്കാൻ സന്യാസി അതൊരു അവസരമാക്കി. ഇത് കഴിക്കൂ, വയറുവേദന മാറും. സന്യാസിക്ക് ഭഗവാൻ ബാബ കൊടുത്ത വിഭൂതി അദ്ദേഹം പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് സ്വീകരിച്ചു. വിഭൂതി സേവിച്ച ഉടൻ വയറുവേദന മാറി. ഭഗവാൻ ബാബയിൽ അയാൾക്ക് വിശ്വാസമുറച്ചു. അങ്ങനെ കർമ്മഫലത്തെ നേരിടാനായി അധികാരികളുടെ മുന്നിൽ കീഴടങ്ങി. അവർ അയാളെ തടവിലാക്കി. കൽപ്പഗിരി എന്നായിരുന്നു സന്യാസിയുടെ പൂർവാശ്രമനാമം. ഒരിക്കൽ വഴക്കിനിടയിൽ കൽപ്പഗിരി ഒരാളെ കൊന്നു. എതിരാളി മരിച്ചെന്നറിഞ്ഞതോടെ അയാൾ രാഖ്യരാമാനും സ്ഥലം വിട്ടു. ആളറിയാതെ യാത്ര ചെയ്യാനായി സന്യാസവേഷം ധരിച്ചു. കാവി നല്ലൊരു മറയായി. അത്യാവശ്യം പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. കുറച്ച് തത്വങ്ങളൊക്കെ പഠിച്ചു. താമസിയാതെ നല്ല സന്യാസി എന്ന് പലരും കരുതാൻ തുടങ്ങി. പക്ഷേ അപ്പോഴൊക്കെ ചെയ്ത തെറ്റ് അയാളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തീർത്ഥാടനം ചെയ്തു നടക്കവെയാണ് ബാബയെക്കുറിച്ച് കേട്ട് പർത്തിയിലെത്തിയതും ഭഗവാന്റെ പിടിയിൽ അമർന്നുപോയതും. നിയമത്തിനു മുന്നിൽ കൽപ്പഗിരി കുറ്റം സമ്മതിച്ചു. കൊലക്കയർ തന്നെ പ്രതിയെ തേടിയെത്തി. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചു. ശിക്ഷയും വിചാരണയും ഒരു വശത്ത് നടക്കുമ്പോൾ താൻ കണ്ട അനുഭവിച്ച മഹാപുരുഷന്റെ മഹിമ ജയിലിലെ അന്തേവാസികൾക്ക് ആവേശത്തോടെ വിവരിക്കുകയായിരുന്നു കൽപ്പഗിരി. അപ്പോഴേക്കും ഏത് ശിക്ഷയും സ്വീകരിക്കത്തക്ക വിധം കൽപ്പഗിരിയുടെ മനസ്സ് വളർന്നിരുന്നു. സ്വാമിയെ കണ്ടതു മുതൽ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ട് കൽപ്പഗിരി സ്വയം വിസ്മയിച്ചു. കൽപ്പഗിരിയുടെ മാനസാന്തരം ജയിലിലെ പല തടവുകാരെയും സ്വാധീനിച്ചു. തങ്ങൾക്കും നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. താമസിയാതെ അവർ ജയിലിൽ ഭജനയും ജപവും ആരംഭിച്ചു. അങ്ങനെ ആ തടവറ സായി ചൈതന്യത്തിന്റെ ശ്രീകോവിലായി മാറി. തടവുകാരിലെ ഈ മാറ്റം അധികാരികൾക്കും വിസ്മയമായി. തിരുനാമജപത്തിന്റെ മഹിമയും സായി കൃപാ കടാക്ഷവും മൂലം കൽപ്പഗിരിയുടെ വധശിക്ഷ ഇളവ് ചെയ്തു. ശിക്ഷ ജീവപര്യന്തമാക്കി രാഷ്ട്രപതി ഉത്തരവയച്ചു. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ ഓരോന്നും സത്യമായി ഭവിച്ചു. കൽപ്പഗിരിയുടെ മിഴികൾ നിറഞ്ഞു. കൊലക്കയർ മാറിയതിലല്ല, തന്നെ ഉദ്ധരിച്ച ഭഗവത് കൃപയോർത്ത്. രാഷ്ട്രപതിയുടെ സന്ദേശം അധികാരികൾ അറിയിച്ചപ്പോൾ കൽപ്പഗിരി പ്രതികരിച്ചു, എല്ലാം സായി കൃപ. എൻ്റെ മഹാപാപത്തിന്റെ കറ അവിടുന്ന് കഴുകിക്കളഞ്ഞു. ഒരു പരാതിയുമില്ലാതെ ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും. എല്ലാം കർമ്മഫലം. എനിക്ക് ജപമാലയും കാവ്യവസ്ത്രവും തരാമെന്ന് അവിടുന്ന് അരുളിയിട്ടുണ്ട്. അതും സത്യമായി ഭവിക്കും. സായി മാതാവിന്റെ കൃപ എൻ്റെ ജന്മം സഫലമാക്കി. കൽപ്പഗിരിയിൽ വന്ന മാനസാന്തരം തടവറയിലെ പലർക്കും നവജീവിതത്തിനുള്ള പ്രതീക്ഷകൾ സമ്മാനിച്ചു. കൽപ്പഗിരി ശിക്ഷാ കാലാവധിക്ക് മുന്നേ മോചിതനായി. എന്തിനു ഭയക്കണം? ഞാനില്ലേ കൂടെ? ഈ ഭഗവത് വചനം സദാ സ്മരിക്കുക.